ഇന്ന് നമുക്ക് നമ്മളെ മക്കളൊക്കെ സന്തോഷിപ്പിക്കാൻ എഗ് ടോമാഞ്ചറി ഉണ്ടാക്കി കൊടുത്തോക്കിയാലോ. അപ്പോൾ വരൂ, ആ റെസിപ്പിയിലേക്ക് പോവാം. എല്ലാവർക്കും ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ടോമാഞ്ചറിയിലേക്കുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇത് തേങ്ങ, പച്ചമുളക്, മല്ലിച്ചപ്പ് ചതച്ചതാണ്. ഇത് മല്ലിച്ചപ്പ്, ഉള്ളി 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ക്രഷ് ചെയ്തതാണ്. ഇത് മുട്ടയുടെ ഉള്ളിലെ മഞ്ഞക്കരുവാണ്. എല്ലാം കൂടി കൈ വെച്ച് നന്നായി മിക്സ് ആക്കുക. ഞാൻ എണ്ണയിലൊന്നും ഇട്ട് വാട്ടിയെടുക്കണില്ല. അപ്പം നമ്മുടെ ആൾ ഇവിടെ തന്നെ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം മിക്സാക്കി വരട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. എല്ലാം ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുത്ത് ഇതിലേക്ക് ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. എന്നിട്ട് മുട്ട മൊത്തം നന്നായി മൂടിയെടുക്കുക. അപ്പോൾ ഇതാ പകുതി മുട്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ചൊരു മുട്ടയുടെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് വരിക. അപ്പോൾ എല്ലാം ഞാൻ ഐസ്ക്രീം കോലിൽ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മാവിലൊക്കെ മുക്കി കൊടുക്കാനുണ്ട്. കടലമാവ് കലക്കി വെച്ചത്, ബ്രെഡ് പൊടിച്ച് വെച്ചതാണ്. എല്ലാം ഞാൻ കടലമാവിലും ബ്രെഡ് പൊടിയിലും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കടലമാവിൽ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പൊട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ കോലിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബ്രെഡ് പൊടിയിൽ അമർത്തി കൊടുത്താൽ ശരിയായിക്കോളും. അപ്പോൾ ലോലിപോപ്പ് എന്നോ ടോമാഞ്ചറി, എഗ് ടോമാഞ്ചറി എന്നോ ഒക്കെ പറയട്ടോ. ടോമാഞ്ചറിൻ്റെ കയ്യിലുണ്ടാവില്ല ഒരു ലോലിപോപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി പൊരിച്ചിട്ടൊക്കെ വരണം. നമ്മുടെ അടുക്കളൻ്റെ പരിസരത്ത് തന്നെ മയിലും കുട്ടി നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അത് ആ ചട്ടിയിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മുരിഞ്ഞ് വരട്ടെ. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.